എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇത് ഇന്നത്തെ റിവ്യൂ ആണ്. ടി വിയിലും ഹോട്ട്സ്റ്റാറിലും വന്നതാണ്. അത് കാണാത്തവർ മാത്രം കണ്ടാൽ മതി. അത് വന്നതായിരുന്നു, പിന്നെ എന്തിനിട്ടു എന്ന് ചോദിച്ചാൽ എന്നെ ചീത്ത പറയാൻ വരരുത്. കാണാത്തവർക്ക് വേണ്ടി മാത്രം ഇടുന്നതാണ്. അപ്പോൾ രോഹിത് മേത്ത് കഞ്ഞിയൊക്കെ തട്ടിയിട്ടല്ലോ, അതുകൊണ്ട് അലീന പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചേക്കുന്നു. കൃഷ്ണമോളെ വിളിക്കും, അത് കഴിഞ്ഞ് ബബിതയെ വിളിക്കും. അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ, നിങ്ങൾ വിളമ്പി തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് കൃഷ്ണമോൾ ബബിത വന്നപ്പം ബബിതയോട് പറയുവാണ്, എന്തൊരു കഷ്ടമാണ്, ഇതെല്ലാം വെച്ച് വിളമ്പണം, എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് തീറ്റിക്കുകയും വേണമെന്ന് പറയുമ്പോൾ നീ അതാ എന്നെ കുത്തി പറഞ്ഞതല്ലേ എന്ന് ബബിത ചോദിക്കും. അന്നേരം ഞാൻ ആരെയും കുത്തിയതൊന്നുമല്ല, എൻ്റെ കാര്യം കൂടി ചേർത്താണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അലീന ബാലേന്ദ്രനെ വിളിക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം ഈ ദേഷ്യം ഒന്ന് കുറയാൻ വേണ്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അന്നേരം അലീന പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം അച്ഛനാണ് എന്ന്. അന്നേരം ഞാൻ എന്താടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം അമ്മയ്ക്ക് കൊടുത്തു. അതുമാത്രമല്ല, അച്ഛൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ വരെ അച്ഛൻ അനുവദിച്ചു. അതുപോലെ മക്കൾക്കാണെങ്കിലും ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു. അച്ഛൻ്റെ കണ്ണും കാതും എത്തുന്നതിനേക്കാൾ അപ്പുറം സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ വാരിക്കൊടുത്ത സ്വാതന്ത്ര്യത്തിന് ഒരു വിലയില്ലാതായി. അതെന്താണെങ്കിലും അങ്ങനെയാണ്. ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആൾക്ക് തന്നെ വിലയില്ലാതാകും. അങ്ങനെ അച്ഛൻ്റെ വില ഇടിച്ചു കളഞ്ഞത് അച്ഛൻ തന്നെയാണ് എന്ന് പറയുമ്പം ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം ആണോടി അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അന്നേരം അച്ഛ അത് വിട്ടേക്ക്, അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല, ഇതൊക്കെ ശരിയാകും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊന്നും ശരിയാകുകയില്ല, കാരണം ഇതിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു കിടക്കുക, പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന്. അന്നേരം അലീന പറയും, അച്ഛൻ ടെൻഷൻ ആകണ്ട, അവനെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വിട്ടു തന്നേരെ, അച്ഛൻ ശ്രദ്ധിക്കുക പോലും വേണ്ട എന്ന് പറയുമ്പോൾ എടുത്ത് തലേ വെച്ചോ, ഞാൻ ഇനി നോക്കാനേ വരുന്നില്ല എന്ന് പറയും. അന്നേരം പോട്ടെ അച്ഛൻ വന്നേ, ഭക്ഷണം കഴിക്കാൻ വാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാണ്. വേണ്ടാന്നൊക്കെ പറയും, പക്ഷേ അലീന സമ്മതിക്കില്ല, നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ബൈക്കിൻ്റെ ചാവിയൊക്കെ എടുത്തുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. ഇത് കണ്ട് അലീന പുറകെ ചെല്ലുന്നുണ്ട്. അപ്പം ബൈക്ക് സ്റ്റാർട്ടാകാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആകാത്തത് കൊണ്ട് നടന്നു പോവുക. അന്നേരം അലീന പുറകെ ചെല്ലും. രോഹിത്തെ നീ എവിടെയാണ് പോകുന്നത്, എവിടെ പോവുകയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ട്. അവനൊന്നും മിണ്ടില്ല, അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് വൈജയന്തിയും കാണിക്കുന്നുണ്ട്. വൈജയന്തിയുടെ കാലിലെ പ്ലാസ്റ്ററൊക്കെ വെട്ടി ഫിസിയോതെറാപ്പിയൊക്കെ തുടങ്ങി. ഫിസിയോതെറാപ്പി കഴിഞ്ഞ് റൂമിലേക്ക് വന്നു കഴിയുമ്പം എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും തന്നെത്താനെ ബലം പ്രയോഗിച്ച് ഒന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കാനൊക്കെ നോക്കുന്നു. സിസ്റ്ററും സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കാലൊക്കെ തന്നെത്താനെ വലിച്ചു കയറ്റി വെക്കുന്നുണ്ട്. സിസ്റ്റർ സഹായിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട, കുറച്ച് വേദന എടുക്കുമെന്നേ ഉള്ളൂ, ഞാൻ ചെയ്തു നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. അന്നേരം സിസ്റ്റർ ഗുളികയൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പം ഒരുപാട് ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ലല്ലോ, ഉടനെ തന്നെ ഡിസ്ചാർജ് ഉണ്ടല്ലോ, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വൈകിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയം രോഹിത്തിനെ പലതവണ വിളിച്ചു നോക്കുന്നുണ്ട് വൈജയന്തി, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അതുപോലെ പുറത്തു പോയ രോഹിത്തിനെ കുറച്ച് നാട്ടുകാർ കാണുന്നുണ്ട്. ചെറുപ്പക്കാർ പിള്ളേർ കാണുന്നു. അവന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. രോഹിത്ത് പീഡനവീരനാണ്, അവൻ വീണ്ടും റോഡിലിറങ്ങി നടക്കുന്നു, അവൻ്റെ 2 തല്ല് കൊടുക്കണമെന്ന് പറഞ്ഞ് അവന്മാർ കുറേ പേര് കൂടി രോഹിത്തിനെ തല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വരുവാണ് രോഹിത്ത്. ഓടി വീട്ടിലോട്ട് കയറി പോരുന്നു. പുറകെ വന്ന അവന്മാർ കുറേ കമ്പും കല്ലുമൊക്കെ അകത്തേക്ക് എറിയുന്നുണ്ട്. അന്തേക്കും ശബ്ദം കേട്ട് ഓടിച്ചെല്ലുന്ന അലീന രോഹിത്ത് ഓടി വന്നിട്ട് വീഴാൻ തുടങ്ങുന്നതാണ് കാണുന്നത്. പിടിച്ച് എഴുന്നേപ്പിച്ച് ഏറൊന്നും കൊള്ളാതെ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് അകത്തേക്ക് വാ എന്ന് പറഞ്ഞാൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുചെല്ലുന്നു. എന്നിട്ട് വാതിലടയ്ക്കും. അന്നേരമാണ് അലീന കാണുന്നത് രോഹിത്തിൻ്റെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതെന്താ രോഹിത്ത് തലയൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ മരുന്ന് വെച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ശബ്ദമൊക്കെ കേട്ട് മുകളിൽ നിന്ന് ബാലേന്ദ്രൻ ഇറങ്ങി വരും. എന്നിട്ട് എന്താ സംഭവിച്ചത്, ഗേറ്റിൽ എന്താ ഒരു ശബ്ദം കേൾക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, കുറച്ച് പേര് അവിടെ വന്ന് ബഹളം വയ്ക്കുന്നു, അവർ രോഹിത്തിനെ ഉപദ്രവിച്ചു, അവൻ്റെ തലക്കെട്ടൊക്കെ എറിഞ്ഞു, ഇതേ പൊട്ടിയെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേഷ്യം വരും ബാലേന്ദ്രൻ നേരെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ബാലേന്ദ്രൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിൻ്റെ മോനെ ഇറക്കി വിറ എന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ വലിയ രോക്ഷത്തിലായിരുന്നു. പക്ഷേ നേരെ മുണ്ടും മടക്കി കുത്തി ഗേറ്റിൻ്റെ അങ്ങോട്ട് ബാലേന്ദ്രൻ ചെന്ന് കഴിയുമ്പോൾ ഇവന്മാർ ഓടിപ്പോകും കേട്ടോ. എന്നിട്ട് നിനക്കൊക്കെ എറിയണമെങ്കിൽ എന്നെ ഒന്ന് എറിയടാ, ഞാൻ കാണട്ടെ എന്ന് പറയുമ്പം താൻ തൻ്റെ മകനെ ഇറക്കി വിടടോ, ആ പീഡന വീരനെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നീയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ വെല്ലുവിളിച്ച് നിൽക്കുവാണ്. പിന്നെ പോലീസിനെ വിളിച്ചാലോ എന്ന് കരുതി അവന്മാർ ഓടിപ്പോകും. അവന്മാർ പോയി കഴിഞ്ഞ് ബാലേന്ദ്രൻ തിരിച്ച് കയറി വരുമ്പം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് അവരുടെ ഇടയ്ക്കേക്ക് നടന്നു ചെന്നത്, അവർ വിവരമില്ലാത്തവരാണ്, അച്ഛനെ അവർ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ, അവരുടെ രീതിയിലേക്ക് അച്ഛന് തരം താഴാൻ പറ്റുമോ, നമുക്ക് പോലീസുകാരെ വിളിച്ചാൽ പോരായിരുന്നോ, അച്ഛൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അലീന ബാലേന്ദ്രനെ.
ഈ സമയം നമ്മുടെ കമല രാവിലത്തെ പത്രമൊക്കെ വായിച്ചിട്ട് ആകെ ടെൻഷനിൽ ആ പത്രം പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരമാണ് താഴേക്ക് ശിവൻ ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഒരു സ്ട്രോങ് കാപ്പി എടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് ആ പത്രം കൊണ്ട് മുന്നിലോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയുവാണ്, ദേ മരുമോൻ്റെ വാർത്തയാണ് പത്രത്തിലുള്ളത്, വായിച്ചോ, നല്ല കടുപ്പം കാണും, വായിച്ച് സുഖിക്കുക, ഈ കൂടെ എൻ്റെ ഹരിമോൻ്റെയും കൂടെ വാർത്ത വരേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് കമല തുള്ളിച്ചാടി അടുക്കളയിലേക്ക് പോകും. അന്നേരം മനു ഇറങ്ങി വരും. എന്നിട്ട് എന്താ വെച്ചാൽ അമ്മ ഭയങ്കര കലിപ്പിലാണോ എന്ന് ചോദിക്കുമ്പം, ഇന്നലത്തെ ചൂടങ്ങ് കുറഞ്ഞിട്ടില്ല, അവളുടെ വിചാരം നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഹരിക്ക് ജാമ്യം കിട്ടാത്തത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അതൊന്നും അല്ല അച്ഛാ, രോഹിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു, ഹരി അകത്തും കിടക്കുന്നു, അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. പിന്നെ അവർ രണ്ടുപേരുടെ ആ വാർത്തയൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ആ വാർത്ത വളരെ ചെറുതായിട്ട് അകത്തെ പേജിലോ കൊടുത്തേക്കുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പ്രതിയാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കൊടുക്കും, നിരപരാധിയാണ് എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലെ ഏതെങ്കിലും ഒരു ചെറിയ കോണിലോ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അവരെ കാണിക്കുന്നുണ്ട്. അന്തെങ്കിലും ദേഷ്യപ്പെട്ട് കമല 2 കപ്പ് ചായ ആയിട്ട് വരും. അത് ഡൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിങ്ങനെ ടോന്ന് വയ്ക്കുവാണേ, ചായ തുളുമ്പി പോകുന്നുണ്ട്. അത്രയ്ക്ക് കലിപ്പിലാണ് കമല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കഥ.